that there was a natural area on the earth that the Temple Mount was deliberately built around. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് തന്നെ യെരുശലേമിലുള്ള ഈ ടെമ്പിൾ മൗണ്ട് വിശ്വാസത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും നിഗൂഢതയുടെയും കേന്ദ്രമായി നിലകൊള്ളുന്നുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരേപോലെ ആദരിക്കുന്ന ഒരു പുണ്യ സ്ഥലമാണത്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിനുള്ള തീർത്ഥാടകരും പണ്ഡിതന്മാരും അങ്ങോട്ടേക്ക് ഒഴുകി എത്താറുണ്ട്. ഈ ഭൂമിയിൽ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഉപരിതലത്തിനടിയിൽ, പ്രത്യേകിച്ച് പാറയുടെ കീഴിലിരിക്കുന്ന കാര്യങ്ങളാൽ ജിജ്ഞാസയും ഊഹാഭോഗങ്ങളും ഉയർത്തിയിട്ടുള്ളൂ. ഈ ഡോം ഓഫ് ദ റോക്കിനടിയിൽ മറഞ്ഞിരിക്കുന്ന അറകൾ, പുരാതന തുരങ്കങ്ങൾ, കുഴിച്ചിടപ്പെട്ട അവശിഷ്ടങ്ങളെല്ലാം ബൈബിളിൻ്റെ സത്യാവസ്ഥ സ്ഥിരീകരിക്കാനുള്ള താക്കോലാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ബൈബിളിൽ മോറിയ മല എന്നറിയപ്പെടുന്ന ഈ ടെമ്പിൾ മൗണ്ട് ഒരു സാധാരണ മലയല്ല. ഉൽപ്പത്തി 22:2 അനുസരിച്ച് ദൈവം അബ്രഹാമിനോട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞ ഒരു സ്ഥലമാണിത്. നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മൊറിയ ദേശത്ത് ചെന്ന് ഞാൻ അവിടെ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് ദൈവം അരുളി ചെയ്തു. യഹൂദ പാരമ്പര്യം പറയുന്നതനുസരിച്ച് ഈ മലയാണ് മോറിയ മല എന്നും 2 ദിനവൃത്താന്തം 3:1 പറഞ്ഞിരിക്കുന്ന സോളമൻ രാജാവ് ആദ്യത്തെ ദൈവാലയം പണിത് അതേ സ്ഥലമാണ് എന്നുമാണ് പറയുന്നത്. അനന്തരം ശലോമോൻ യെരുശലേമിൽ തൻ്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. പുരാതന ആരാധനയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ദൈവസാന്നിധ്യം ദൈവാലയത്തിൽ നിറഞ്ഞിരുന്ന സ്ഥലമായിരുന്നു. യാഗങ്ങളൊക്കെ അർപ്പിച്ച സ്ഥലമായിരുന്നു. യേശു ഭൂമിയിൽ ആയിരുന്ന സമയത്ത് പഠിപ്പിച്ച പ്രാർത്ഥിച്ച സ്ഥലമായിരുന്നു അത്. എന്നിരുന്നാലും ഇന്ന് ഡോം ഓഫ് ദ റോക്ക് ഈ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. AD 7-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഉമൈദ് ഖാലിഫത്ത് നിർമ്മിച്ച ഡോം ഓഫ് ദ റോക്കാണിത്. ഹീബ്രുവിൽ ഇവാൻ ഹഷിയ എന്നറിയപ്പെടുന്ന ഈ വിശുദ്ധ പാറയെ സ്വർണ്ണ താഴിക കൊണ്ട് മൂടിയ സ്ഥലമാണിത്. ജൂത പാരമ്പര്യത്തിൽ ഈ കല്ല് സൃഷ്ടിയുടെ കേന്ദ്രമാണ് എന്നും ഇതാണ് ദൈവാലയ അതിവിശുദ്ധ സ്ഥലത്തിന്റെ സ്ഥാനമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ പാറയുടെ ചുറ്റുമുള്ള സ്ഥലത്തിന് താഴെ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ആകർഷകമാകുന്നത്. പല നൂറ്റാണ്ടുകളായിട്ട് തന്നെ ടെമ്പിൾ മൗണ്ടിലെ പുരാവസ്തു ഗവേഷകർക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായും നിരോധിച്ചിട്ടില്ല. മതപരമായ സംവേദനക്ഷമതയും രാഷ്ട്രീയ സംഘർഷങ്ങളും കാരണം വളരെ കുറച്ചു പേർക്ക് മാത്രമേ ആ പാറയുടെ താഴെ എന്താണ് എന്നുള്ളത് നോക്കാനായിട്ട് അനുവാദം കിട്ടിയിട്ടുള്ളൂ. എന്നിരുന്നാലും ചരിത്രരേഖകൾ, ദൃക്സാക്ഷി വിവരണങ്ങൾ, ടെമ്പിൾ മൗണ്ടിന്റെ അതിരുകളിൽ നടത്തിയ ചെറിയ തോതിലുള്ള ഖനനങ്ങൾ മുഖേന അവിടെ നിന്ന് കൗതുകകരമായ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ചിലത് ബൈബിൾ ആരംഭ കാലഘട്ടം മുതലേ ഉള്ളതാണ്. 1800കളിൽ ചാൾസ് വാറൻ, സർ ചാൾസ് വിൽസൺ തുടങ്ങിയ പര്യവേക്ഷണം ചെയ്യുന്നവർക്ക് ഈ പ്രദേശത്തിന് താഴെ എന്താണ് ഉള്ളതെന്ന് അന്വേഷിക്കാൻ ഒട്ടോമൻ സാമ്രാജ്യം വളരെ അപൂർവമായ ഒരു അനുമതി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കയറുകൾ, മെഴുകുതിരി വെളിച്ചമൊക്കെ ഉപയോഗിച്ച് ടെമ്പിൾ മൗണ്ടിന്റെ താഴെ മറഞ്ഞിരിക്കുന്ന രഹസ്യ തുരങ്കങ്ങൾ, പുരാതന ജലസംഭരണികൾ, പലതരം അറകൾ എന്നിവ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ കണ്ടുപിടിച്ച കാര്യങ്ങളെ വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അത് ആദ്യത്തെയും രണ്ടാമത്തെയും ദൈവാലയത്തിന്റെ ബൈബിൾ വിവരണങ്ങളുമായി നന്നായിട്ട് യോജിക്കുന്നുണ്ട്. ഈ കണ്ടുപിടിച്ചതിൽ തന്നെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വാറൻ ഷാഫ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ഷാഫ്റ്റ് ആയിരുന്നു. അത് പുരോഹിതന്മാരോ അല്ലെങ്കിൽ ലേവിയരോ ദൈവാലയ സേവനത്തിൽ ഉപയോഗിച്ചിരുന്ന തുരങ്കങ്ങളുടെ ഒരു സംവിധാനവുമായി ബന്ധപ്പെടുന്നുണ്ട്. ഈ സവിശേഷതകൾ എന്തോ ഒരു യാദൃശികമായി സംഭവിച്ച കാര്യമല്ല. 1 രാജാക്കന്മാർ 6-ാം അധ്യായത്തിലും യെഹെസ്കേൽ 40-ാം അധ്യായം 42 പറഞ്ഞിരിക്കുന്നതുമായി പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള അതേ അളവുകളും രൂപകൽപ്പനകളും പ്രവർത്തനത്തിൻ്റെയും അടയാളങ്ങൾ അത് കാണിക്കുന്നുണ്ട്. ഡോം ഓഫ് ദ റോക്കിന്റെ ഹൃദയഭാഗത്ത് ഒരു പുരാതന പാറയുണ്ട്. പലരും അതിനെ അടിസ്ഥാന പാറയായി വിശ്വസിക്കുന്നുണ്ട്. ഈ പാറയുടെ അടിയിൽ ഒരു പ്രകൃതിദത്ത ഗുഹയുണ്ട്. ചിലർ അതിനെ ആത്മാക്കളുടെ കിണർ എന്നാണ് പറയുന്നത്. ഈ കുഴി ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 6 അടി താഴ്ചയിലാണുള്ളത്. ഈ കുഴിയുടെ ഉപയോഗം എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഊഹാപോഹങ്ങൾ പല രീതിയിൽ പലരും പറയുന്നുണ്ട്. ഇത് ദേവാലയത്തിന്റെ അകത്തെ അറയായിരുന്നുവെന്നും നിയമപ്പെട്ടകം ഒരു സമയത്ത് അവിടെ വിശ്രമിക്കുമായിരുന്നു എന്നും പല ഊഹാപോഹങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ബൈബിൾ ഇതിനെക്കുറിച്ച് ചില സൂചനകൾ തരുന്നുണ്ട്. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 6-ാം വാക്യം പറയുന്നതനുസരിച്ച് സോളമൻ ദൈവാലയം പണിത സമയത്ത് നിയമപ്പെട്ടകം അകത്തെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം അതിൻ്റെ സ്ഥലത്ത് ആലയത്തിലെ അന്തർ മന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കേരുബുകളുടെ ചിറകിൻ കീഴെ കൊണ്ടുവന്നു വെച്ചു. ഈ അതിവിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ അന്തർ മന്ദിരം
ആർക്കും കാണാൻ പറ്റില്ല. അത് മറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല, പാപപരിഹാര ദിവസം മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ തൊട്ടു താഴെ ഒരു മറഞ്ഞിരിക്കുന്ന ഗുഹയുണ്ടായിരുന്നു എന്നുള്ളത് വളരെ യാദൃശ്ചികമായ ഒരു കാര്യമാണ്. ദൈവാലയത്തെക്കുറിച്ചുള്ള ബൈബിൾ വിവരണത്തിൻ്റെ ശക്തമായ സ്ഥിരീകരണമാണത്. കൂടാതെ അൽ തബാരി, അൽ മുക്തസി തുടങ്ങിയ ആദ്യകാല മുസ്ലിം എഴുത്തുകാരിൽ നിന്നുള്ള ചരിത്ര വിവരണങ്ങൾ സോളമന്റെ ദൈവാലയത്തിലോ അല്ലെങ്കിൽ രണ്ടാം ദൈവാലയ കാലഘട്ടത്തിലോ ഉപയോഗിച്ചിരുന്ന പുരാതന ലിഖിതങ്ങളുടെയും ശിലാഫലക സവിശേഷതകളെയും കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് ആ മലയിൽ ദൈവാലയത്തിന്റെ ബൈബിൾ അളവുകളുമായി പൊരുത്തപ്പെടുത്താൻ പുരാവസ്തു ഗവേഷകർ വളരെ കാലമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. യെഹെസ്കേൽ 40-ാം അധ്യായത്തിൽ പ്രവാചകൻ ഭാവിയിലുള്ള ഒരു ദൈവാലയത്തെക്കുറിച്ച് വിശദമായ ഒരു ദർശനം പറയുന്നുണ്ട്. അതിൽ അളവുകളെയും എത്ര വാതിലുണ്ടാകും എന്നും പറയുന്നുണ്ട്. ഡോം ഓഫ് ദ റോക്കിന് താഴെയുള്ള ആ പ്രദേശങ്ങളിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇതുവരെ പ്രവേശനം ലഭിച്ചിട്ടില്ല എങ്കിലും പുറത്തെ പ്ലാറ്റ്ഫോമിന്റെ അളവുകളും ഭൂഗർഭ ജലസംഭരണികളുടെയും താങ്ങുകളുടെയും സ്ഥാനങ്ങളും ബൈബിൾ പറയുന്ന രൂപകൽപ്പനയുമായി നന്നായിട്ട് യോജിക്കുന്നുണ്ട്. ഈ ഡോം ഓഫ് ദ റോക്കിന് താഴെ ഒഴുകുന്ന പുരാതന ചാലുകളും ഡ്രെയിനുകളും അതിലും അവിശ്വസനീയമായി യോജിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നത് പോലെ വെള്ളവും യാഗവും ഉൾപ്പെടുന്ന പുരോഹിത ആചാരങ്ങൾക്ക് ഇത് അത്യാവശ്യമായിരുന്നു. ഇന്നത്തെ യെരുശലേമിന് ഏതാനും അടിയിൽ താഴെയായി മറഞ്ഞിരിക്കുന്ന ദൈവാലയത്തിന്റെ അടിത്തറ ഇപ്പോഴും കേടുകൂടാതെ തന്നെ ഇരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ പല പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം തെളിവുകൾ കൂടുതലായിട്ട് തന്നെ ഇപ്പോൾ ലഭിക്കുന്നുമുണ്ട്. ഡോം ഓഫ് ദ റോക്കിന് നേരെ കീഴിൽ ഖനനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ബൈബിൾ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഈ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന കണ്ടെത്തലുകൾ എല്ലാം തന്നെ. ടെമ്പിൾ മൗണ്ടിന്റെ തെക്കേ അറ്റത്ത് സോളമൻ രാജാവിന്റെ കാലഘട്ടത്തുണ്ടായിരുന്ന ശിലാഫലകം കണ്ടെത്തിയത് തന്നെ ഒരു വലിയ തെളിവാണ്. നല്ല വലിപ്പമുള്ള നന്നായിട്ട് കൊത്തിയെടുത്ത പുരാതനമായ ഈ കല്ലുകൾ സോളമൻ നിർമ്മിച്ച ദൈവാലയത്തിന്റെ അടിത്തറയുടെ അവശിഷ്ടങ്ങളാണ് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല, പടിഞ്ഞാറൻ മതിലിനടുത്തുള്ള തുരങ്കങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ലിഖിതങ്ങൾ നെഹമ്യാവ് 11-ാം അധ്യായത്തിലും 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന പുരോഹിത കുടുംബങ്ങളെ, രണ്ടാം ദൈവാലയ കാലഘട്ടത്തിൽ ദൈവാലയത്തിൽ സേവ ചെയ്ത കുടുംബങ്ങളെ പരാമർശിക്കുന്നുണ്ട്. യെരുശലേമിനെയും അതിൻ്റെ ദൈവാലയത്തെയും അതിൻ്റെ പവിത്രമായ ക്രമീകരണത്തെയും കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുരാണമോ ഇതിഹാസമോ അല്ല, മറിച്ച് യഥാർത്ഥ ചരിത്രമാണെന്ന ആശയത്തെ ഇതെല്ലാം പിന്തുണയ്ക്കുന്നുണ്ട്. മിശിഹ ഒരു ദിവസം പ്രവേശിക്കുമെന്ന് പറയുന്ന ഗോൾഡൻ ഗേറ്റ് ഉൾപ്പെടെയുള്ള പുരാതന കിഴക്കൻ കവാടങ്ങളുമായി ഈ ഡോം ഓഫ് ദി ഗേറ്റിന്റെ വിന്യാസം അതിലും ആകർഷകമാണ്. സാങ്കേതികവിദ്യ പുരോഗമിക്കുന്നതനുസരിച്ച് ടെമ്പിൾ മൗണ്ടിന് താഴെ എന്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പര്യവേക്ഷണം ചെയ്യാനായിട്ട് പല വിദഗ്ധരും ശ്രമിക്കുന്നുണ്ട്. ഭൂമി തുളച്ചു കയറുന്ന റഡാറും ഇൻഫ്രാറെഡ് ഇമേജിംഗ് മെഷീനും ഡിജിറ്റൽ മോഡലിംഗ് മെഷീനുകളൊക്കെ ഉപയോഗിച്ച് ഗവേഷകർ ഗവേഷണം ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മെഷീൻ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത സമയത്ത് ഡോമിന് താഴെ ശൂന്യമായ അറകൾ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് പുരാതന ദൈവാലയത്തിന്റെ രൂപരേഖയുമായി പൊരുത്തപ്പെടുന്നുണ്ട് എന്ന് പലരും വാദിക്കുന്നുണ്ട്. ഈ വിശുദ്ധ സ്ഥലത്തേക്കുള്ള പൂർണ്ണ പ്രവേശനം എന്നുണ്ടാകും എന്നതറിയില്ല. അതിനുവേണ്ടി നാം ക്ഷമയോടെയും ബഹുമാനത്തോടെയും കാത്തിരിക്കുക. അതേസമയം ഇതുവരെ കണ്ടെത്തിയ തെളിവുകൾ ബൈബിൾ നമ്മോട് പറഞ്ഞ കാര്യങ്ങളെ ശക്തമായി സ്ഥിരീകരിക്കുന്നുണ്ട്. യെരുശലേമിൽ ദൈവാലയം ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഡോം ഓഫ് ദ റോക്കിന്റെ കീഴിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നുണ്ട് എന്നും. പലരും ബൈബിളിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ കണ്ടെത്തലുകൾ ഒരു വലിയ തെളിവാണ്. ഹഗ്ഗായി 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ കർത്താവ് പ്രഖ്യാപിക്കുന്നു, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ടെമ്പിൾ മൗണ്ട് വെറും കല്ലും ചരിത്രവും മാത്രമല്ല, ഇത് പ്രവചനത്തിന്റെയും വാഗ്ദത്തത്തിന്റെയും പ്രവചന നിവൃത്തിയുടെയും ഒരു സ്ഥലമാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം ഒരിക്കലും മാഞ്ഞു പോയില്ല. ഒരു ദിവസം ബൈബിൾ പ്രവചിച്ചതുപോലെ തന്നെ ദൈവത്തിന്റെ ഈ പർവ്വതം പിന്നെയും ആരാധനയുടെയും സത്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സ്ഥലമായി തന്നെ മാറും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.